ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ് ഡിഫൻസ് അക്കാഡമി. നിങ്ങൾ NDA എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾ NDAയുടെ സിലബസ് അറിയാതെ പോകരുത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള NDAയുടെ സിലബസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കാം. സോ നമ്മുടെ NDAയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന് രണ്ട് ഭാഗങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം. പാർട്ട് എയിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൾജിബ്ര, ട്രിഗ്നോമെട്രി, കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലി തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മാത്തമാറ്റിക്സിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന മാത്സ് ഉൾപ്പെടെ ഈ തന്നിരിക്കുന്ന കണ്ടന്റും കൂടെ ചേർത്താണ് നിങ്ങൾ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? മാത്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. തുടർന്ന് പാർട്ട് 2 നോക്കുകയാണെങ്കിൽ വീണ്ടും അതിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് 2ലെ പേപ്പർ 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ബേസിക് ഗ്രാമർ നോളജ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പാർട്ട് 2ൽ വരുന്നത് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ സബ്ജക്ട്സ് ആണ് പാർട്ട് 2ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേണിന്റെ വെയിറ്റേജ് ആണ്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ ടോട്ടൽ വരുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ 120 ചോദ്യങ്ങളായിരിക്കും. 300 മാർക്കിനാണ് നമ്മുടെ 120 ചോദ്യങ്ങൾ. അതുപോലെ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2.5 മണിക്കൂർ സമയമാണ് മാത്സ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതായത് GAT ജനറൽ എബിലിറ്റി ടെസ്റ്റിലും 150 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 600 മാർക്കാണ് ഇവിടെ ലഭിക്കുന്നത്. 2.5 മണിക്കൂറാണ് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അങ്ങനെ രണ്ട് പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 900 മാർക്കാണ്. ശേഷം നമുക്ക് SSBയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വീണ്ടും 900 മാർക്കാണ്. അങ്ങനെ ഈ രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 1800 മാർക്കാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്സ് പേപ്പറിനകത്ത് വരുന്ന ടോപ്പിക്കുകളുടെ വെയിറ്റേജ് ആണ്. നമുക്കറിയാം മാത്സിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് ആൾജിബ്ര, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി. ഈ ഒരു ഏരിയയിൽ ഏകദേശം 30% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ജോമെട്രി മെൻസുറേഷനകത്തുനിന്ന് 20% ഉണ്ട്. അതുപോലെ കാൽക്കുലസ് ആൻഡ് വെക്ടർ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 25% സ്കോർ ചെയ്യാം. തുടർന്ന് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെയും നിങ്ങൾക്ക് 25% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അങ്ങനെ മാത്തമാറ്റിക്സിന്റെ പേപ്പർ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് 300 മാർക്കുകളാണ്. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ടെസ്റ്റിനകത്ത് ഇംഗ്ലീഷ് ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ നോളജും ഉൾപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ആകെ ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ്. അതായത് 33% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോർഷനാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. തുടർന്ന് ജനറൽ നോളജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ഏരിയ ആണ് ജനറൽ നോളജ് എന്ന് പറയുന്നത്. 400 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് 67% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നത് ജനറൽ നോളജിലൂടെയാണ്. സോ ജനറൽ നോളജിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട് 100 മാർക്കിന്. അതുപോലെ കെമിസ്ട്രിയിൽ നിന്ന് 60 മാർക്ക്, ജനറൽ സയൻസിൽ നിന്ന് 40 മാർക്കാണ് ലഭിക്കുന്നത്. ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫിയിൽ നിന്ന് 100 മാർക്ക് ലഭിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്നും 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് 400 മാർക്ക്. ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട്. അതിനായി ചില ടിപ്സ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നമുക്ക് നോക്കാം സ്റ്റഡി സ്ട്രാറ്റജി. റിട്ടൺ എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ആദ്യമായി അറിയേണ്ടത് ഈ ഒരു എക്സാമിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. സിലബസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു സിലബസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് എ സിലബസ് മാപ്പ്. തുടർന്ന് ഓരോ ആഴ്ചയും കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ മെൻഷൻ ചെയ്ത് സെപ്പറേറ്റ് ഒരു ചാർട്ട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതായത് ആദ്യം സിലബസ് മനസ്സിലാക്കുക. സിലബസിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീക്ക്ലി ചാർട്ട് കൂടി നിങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്യുക. തുടർന്ന് അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു മുന്നേറുക. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ PYQ സെക്ഷൻ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് നിരന്തരം അറ്റൻഡ് ചെയ്യുക. ഇംഗ്ലീഷ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും വൊക്കാബുലറി എൻറിച്ച് ചെയ്യണം. അതിനായി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സ്ഥിരം വായിക്കുക, വായനാശീലം വളർത്തുക. സോ ഇത്രയൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത സ്ട്രാറ്റജി എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും. സോ ടൈം മാനേജ് ചെയ്തതിനു ശേഷം റിവിഷൻ, ഇത്രയും നാൾ നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ഉറപ്പാക്കുക. അടുത്തതായി, നിങ്ങൾ പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ആരോഗ്യവും ഫിസിക്കൽ ഫിറ്റ്നസും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായി ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസിനും വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം കണ്ടെത്തുക. സോ ഇത്രയും ടിപ്സുകൾ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും NDA എക്സാം ഈസി ആയി തന്നെ ക്രാക്ക് ചെയ്യാം. നിങ്ങൾക്കായി ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ്. ഈ ഒരു ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഫ്രീ ആയി തന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാനലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സുമായിട്ടോ അല്ലെങ്കിൽ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്നതുമായിട്ടോ തുടർന്ന് എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.